വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളെന്തായാലും ഇന്നെന്തായാലും ഗൈസ് വന്നേക്കണമെന്ന് വെച്ചാൽ ഗൈസ് നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് ത്രീ ഡിയിലും കാര്യങ്ങളൊക്കെ നമ്മളെന്തായാലും ഇന്നെന്തായാലും ഒരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഗൈസ് നമ്മളെന്തായാലും ഇന്നെന്തായാലും വന്നേക്കണത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ചാനലിലായിട്ട് ആരെങ്കിലും ലൈക്ക് ചെയ്യാത്തുണ്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനെടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത വീഡിയോസൊക്കെ നിങ്ങൾക്ക് എപ്പോഴും എന്തായാലും നോട്ടിഫിക്കേഷൻ ആയിട്ട് എനേബിൾ ആവുന്നതാണ്. അതേപോലെ തന്നെ ബാക്കി കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. ഇതിലായിട്ട് ആരെങ്കിലും എന്തായാലും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ നിങ്ങൾ എന്തായാലും ഈ ഒരു വീഡിയോസുകളൊക്കെ ഷെയറും കാര്യങ്ങളൊക്കെ എന്തായാലും ചെയ്ത് കൊടുക്കണം. അതുമാത്രമല്ല വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ എന്തായാലും നിങ്ങൾ എന്തായാലും കാണാം. അപ്പോൾ ഇതായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോകളൊക്കെ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബും ചെയ്യണം. അതേപോലെ തന്നെ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പം ലെറ്റ്സ് ഗോ സ്റ്റാർട്ട്. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്തായാലും ഗൈസ് നമ്മളെന്തായാലും രാവിലെ തന്നെ എണീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി ഇങ്ങനെയൊക്കെ നിൽക്കുകയായിരുന്നു. എന്താണ് അത് നമ്മുടെ വീടിൻ്റെ സൈഡായിരുന്നു. ഓക്കെ എന്തെങ്കിലുമൊക്കെ ആവട്ടെ. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും ചുമ്മാ ഇങ്ങനെയൊക്കെ നിൽക്കുകയായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്കെന്തായാലും നൈസായിട്ട് എന്തായാലും അങ്ങോട്ടെന്തായാലും നടന്നെന്തായാലും പോവാം. ഓക്കെ, അപ്പോൾ ഗൈസ് അപ്പം ഏതാണ് ഗൈസ് നമുക്കെന്തായാലും ഇന്ന് എന്ത് ചെയ്യണമെന്നാണ് നമ്മൾ ആലോചിക്കണത്. ഓക്കെ, നമുക്കെന്തായാലും നേരെ എന്തായാലും താഴോട്ടോ നമ്മുടെ വണ്ടികളും ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ എന്തായാലും ഇപ്പം എന്തായാലും ഉണ്ട്. ഇന്ന് എന്തെങ്കിലും പണിയോ അങ്ങനെ എല്ലാം കിട്ടിയിരുന്നെങ്കിൽ ഇത്തിരി കൊള്ളായിരുന്നു ഗൈസ്. ഓക്കെ ഇവിടെ വണ്ടികളും ബാക്കി കാര്യങ്ങളൊക്കെ കിടപ്പ് എന്തായാലും ഉണ്ട്. ഓക്കെ നമ്മുടെ ഇതെന്ന് വെച്ചാൽ നമ്മുടെ അങ്കിളിൻ്റെ വണ്ടികളൊക്കെയാണ്. ഇതെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിയാണ്, ഇത് പിന്നെ നമ്മുടെ അച്ഛൻ്റെ വണ്ടിയാണ്. ഇതേപോലെ തന്നെ സെയിം വൈറ്റ് കളർ ഫോർച്യൂണർ നമ്മളേലും ഉണ്ട് കേസ്. ഓക്കെ, പക്ഷേ എന്താണ് കേസിൻ്റെ ഭാഗമായിട്ട് പോലീസ് സ്റ്റേഷനിൽ കിടക്കുകയാണ്. ഓക്കെ, അതേപോലെ തന്നെ ഞാൻ വേറൊരു കാര്യം നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ കയ്യിലുണ്ടായിരുന്ന സ്വിഫ്റ്റില്ലേ കേസ്, ഈ ഒരു സ്വിഫ്റ്റിൽ നമ്മൾ ചെറിയൊരു സംഭവം വരുത്തി. നമ്മൾ ഇതിലെന്തായാലും ഒരു മോഡിഫിക്കേഷൻ നമ്മളെന്തായാലും ചെയ്തിട്ട് എന്തായാലും ഉണ്ട്. അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നമ്മുടെ ഈ ഒരു വണ്ടിയുടെ ഗ്ലാസ്സിലും പിന്നെ ബാക്കിയുള്ള എല്ലാ സൈഡും നമ്മൾ കംപ്ലീറ്റ്ലി ടിൻറ്റ് അടിച്ചെന്നാലും കയറ്റിയിട്ട് എന്തായാലും ഉണ്ട്. നമ്മുടെ വിൻഡോ ടിൻറ്റിങ്ങളൊക്കെ കയറ്റിയിട്ടുണ്ട്. വിൻഡോ ടിൻറ്റ് കയറ്റിക്കൊണ്ട് തന്നെ ഒന്നും തന്നെ കാണാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഒരു ഒടുക്കത്തെ ലുക്കെന്ന് വെച്ചാൽ ഒടുക്കത്തെ ലുക്കും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് ഫ്രണ്ടിൽ ഇച്ചിരി മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കംപ്ലീറ്റ് ഉണ്ട്, ലൈറ്റൊക്കെ കംപ്ലീറ്റ് ഉണ്ട്, സ്മോക്ക് ചെയ്തിട്ട് എന്തായാലും ഉണ്ട്. കാണാനായിട്ടൊരു ഭയങ്കരമായിട്ടുള്ള ഒരു വലിയൊരു ഗ്യാങ്സ്റ്റർ ലുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കിലത്തെ ലൈറ്റ് ഞാൻ ഫുള്ളായിട്ട് സ്മോക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ ബാക്കിലത്തെ വൈപ്പറും ബാക്കി സാധനങ്ങളെല്ലാം ഉണ്ട്. കാണാനായിട്ട് ഒടുക്കത്തെ ലുക്കെന്ന് വെച്ചാൽ ഒടുക്കത്തെ ലുക്കും കാര്യങ്ങളൊക്കെയാണ് ഉണ്ട്. ഫുള്ളായിട്ട് വിൻഡോ ടിൻറ്റ് അടിച്ചപ്പോൾ കൊള്ളാം. പക്ഷേ ഈ ഒരു ടിൻറ്റ് ഇങ്ങനെ അടിച്ചാൽ നമുക്ക് അകത്തൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാം കാണാനായിട്ട് പറ്റും. ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം, വണ്ടി ലോക്കല്ല. ഓക്കെ നമുക്കിപ്പോൾ നൈസായിട്ട് നോക്കാനുണ്ട്. നമുക്കിപ്പോൾ നോക്കുന്ന സമയത്തുണ്ട് അകത്തുനിന്നാണെങ്കിൽ കണ്ട എല്ലാം എന്തായാലും കാണാനായിട്ട് പറ്റുന്നുണ്ട്. ക്ലിയർ ആയിട്ടെല്ലാം കാണാനായിട്ട് പറ്റുന്നതാണ്. ഓക്കെ, ഇതാണ് നമ്മളെന്തായാലും നമ്മുടെ ഇതാണ് സ്വിഫ്റ്റി കൊണ്ടുവന്നൊരു മോഡിഫിക്കേഷൻ. വേറെ വണ്ടിക്കൊന്നും നമ്മളൊന്നും കൊണ്ടുവന്നിട്ടൊന്നുമില്ല. നമ്മുടെ എൻഡോവർ വണ്ടി ഇവിടെ ബാക്ക് ഇട്ടിരിക്കുകയാണ്. നമ്മുടെ സ്കോർപ്പിയോ പിന്നെ നമുക്കാണെങ്കിൽ അന്ന് ആക്സിഡൻറ്റ് പറ്റിയതിന് ശേഷം പിന്നെ നമ്മൾ എടുത്തിട്ടേ ഇല്ല. ഓക്കെ, ഇങ്ങനെ തന്നെ വണ്ടി കിടക്കുകയാണ്, അതും എടുക്കണം. അതേപോലെ തന്നെ നമ്മുടെ GTR ബാക്കി വണ്ടികളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ മറ്റേ 2 വണ്ടിയില്ല അച്ഛൻ ഗിഫ്റ്റ് തന്നത്, അത് നമ്മൾ ഇങ്ങോട്ട് ഇടണം. നമ്മൾ കംപ്ലീറ്റ് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സ്കോർപ്പിയോ കിടക്കണം അവിടെ മാത്രമൊന്നും വന്നില്ല, നമ്മളിത് ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ, അത്യാവശ്യം നൈസായിട്ടുണ്ട്. ഓക്കെ, ഇന്നെന്തെങ്കിലും പണിയെല്ലാം കിട്ടിയാണെങ്കിൽ കൊള്ളായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്കെന്തായാലും നൈസായിട്ട് എന്നാലും ചുമ്മാ ഇങ്ങനെയൊക്കെ നിൽക്കുക. ഓക്കെ ഗൈസ്, ഒരു കോളും കയറപ്പോൾ ഇത് ആരാണ്? ഓക്കെ ഗൈസ്, ഇത് നമ്മുടെ ലെസ്റ്ററാണ്. ഓക്കെ, ലെസ്റ്റർ എന്തിനാണ് ഇപ്പോൾ വിളിക്കണമെന്ന് എനിക്കൊരു പിടിയും തന്നെ എന്തായാലും ഇല്ല. ഓക്കെ, നമുക്കെന്തായാലും നൈസായിട്ട് എന്തായാലും ലെസ്റ്ററിനോട് എന്തായാലും സംസാരിച്ചെന്നാലും നോക്കാം. ഓക്കെ, ഹലോ ലെസ്റ്ററേ, എന്താണെടാ വിളിച്ചേ? നീ ഇപ്പോൾ വീട്ടിൽ ഉണ്ടോ? ഞാൻ വീട്ടിൽ തന്നെ ഉണ്ട്. നീ ഇപ്പോൾ ഫ്രീ ആണോ? ഓടാ, ഞാൻ ഫ്രീ ഒക്കെ തന്നെ. എന്നാൽ ഞാൻ ഒരു സംഭവം നിന്നോട് പറയട്ടാ. പെട്ടെന്ന് പറ. ഞാൻ ഇവിടെ ഫ്രീ ആയിട്ട് ബോറടിച്ച് നിൽക്കുകയാണ്. എടാ, നമ്മുടെ ഇന്ത്യയിൽ തന്നെ കുറേ പേരുടെ കയ്യിലാണെങ്കിൽ ഇഷ്ടം പോലെ
$1,000,000 വെളുപ്പിക്കണ ഭയങ്കരമായിട്ടുള്ള കാറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് പോയി അടിച്ചു മാറ്റിയാലോ. എവിടെയൊക്കെ ആയിട്ടാണ് ഈ വണ്ടികൾ വരണ അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഞാൻ ലൊക്കേഷൻ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലൊക്കേഷൻ ട്രാക്ക് ചെയ്തിട്ട് നിനക്ക് അയച്ചുതരാം. ഇപ്പം ഞാൻ ഒരു ലൊക്കേഷൻ ഞാൻ എന്തായാലും കണ്ടുപിടിച്ചിട്ട് എന്തായാലും ഉണ്ട്. ആ ഒരു ലൊക്കേഷനും കാര്യങ്ങളൊക്കെ വരണതെന്ന് വെച്ചാൽ നമ്മുടെ പോലീസ് സ്റ്റേഷനിലും കാര്യങ്ങളൊക്കെയാണ്. പോലീസ് സ്റ്റേഷനിലാ? അയ്യോ, അതിച്ചിരി സീനാണല്ലോ ലെസ്റ്ററെ. എടാ അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ, നീ എങ്ങനെയെങ്കിലും പോയി അടിച്ചു മാറ്റാൻ നോക്കടാ. നല്ല കിടുക്കാച്ച് വണ്ടികളടാ. 5 വണ്ടിയുണ്ട് മൊത്തം എല്ലാം കൂടെ. 5 എണ്ണോ? അത് ഏതൊക്കെയാണെന്ന് അറിയാമോ? അതൊന്നും എനിക്കറിയണ്ട. പക്ഷെ 5 വണ്ടികളുണ്ട്, അത് ഉറപ്പാണ്. അങ്ങനെയാണോ? എന്നാൽ ശരി, ഞാൻ ചെയ്യാം. ഞാനാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിനക്ക് ലൊക്കേഷനും ബാക്കി കാര്യങ്ങളൊക്കെ അയച്ചു തരാം. ശരി, പെട്ടെന്ന് അയക്കി. ഓക്കെ, ഇവിടെ ഇപ്പോൾ നമുക്ക് എന്തായാലും ഒരു ജോബ് കിട്ടിയേക്കാണോ? നമ്മളിവിടെ ബോറടിച്ചിരിക്കുകയാണ്. നമുക്ക് കമ്പനിയോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ നമുക്കെന്തായാലും നൈസായിട്ട് എന്തായാലും പോയി ഈ സംഭവങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, ഫസ്റ്റത്തെ ലൊക്കേഷൻ എന്ന് വെച്ചാൽ പോലീസ് സ്റ്റേഷനിൽ ഞങ്ങളൊക്കെ ഉണ്ട്. നമുക്കപ്പോൾ അവിടെ പോയി എന്തായാലും അടിച്ചു മാറ്റാം. ഓക്കെ, നമുക്ക് പിന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ബൈക്ക് എടുക്കാം. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് നമുക്ക് ഏത് വണ്ടി എടുക്കാം? നമുക്ക് നമ്മുടെ ZX 10R എടുക്കാം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ ഡ്യൂക്ക് എടുക്കാം. ഇതൊരു സീൻ വണ്ടിയാണ്. ഓക്കെ, ZX 10R ആണ്, അത് ഞാൻ കുറേ ഓടിച്ചതാണ്. ഓക്കെ, അച്ഛൻ്റെ ഡ്യൂക്ക് സീനാണ്. ഓക്കെ, നമുക്കിത് എടുത്തോണ്ടോ. പിന്നെ അച്ഛൻ പറയാം ഏതെങ്കിലും വണ്ടി എടുത്തുകൊണ്ട് വെക്കുമോ, അങ്ങനെ ഇന്ന വണ്ടിയൊന്നും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നമുക്കെന്തായാലും ഇത് എടുത്തോണ്ടോ. അങ്ങനെ ഹെൽമെറ്റ് ഒക്കെ ഇട്ടെ ഗൈസ്. ഓക്കെ, അല്ലെങ്കിൽ പോലീസ് അങ്ങനെ എല്ലാവരും പിടിക്കണമെങ്കിൽ അതുകൊണ്ടാണ്. ഓക്കെ, അവരുണ്ട്. ഞാൻ ഹെൽമെറ്റ് ഒക്കെ ഇട്ടെ ഗൈസ്. ഓക്കെ, ഞാൻ ഹെൽമെറ്റ് ഒക്കെ ഇട്ടെ. അല്ലെങ്കിൽ ആരെങ്കിലും പിടിച്ചാലാ പോലീസ് അങ്ങനെ എല്ലാവരും. ഓക്കെ, നമ്മളങ്ങനെ ഹെൽമെറ്റും കണക്ക് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് പേടിക്കേണ്ട ഒരു ആവശ്യമൊന്നുമല്ല. നമുക്കെന്തായാലും ഫസ്റ്റ് ലൊക്കേഷനിൽ കണക്ക്. അയ്യോ, വണ്ടി ചെറുതായിട്ട് ഇടിച്ചു, അത് കുഴപ്പമില്ല. ഈ വണ്ടി പിടിക്കാതെ നോക്കണം. ഓക്കെ, നമുക്കെന്തായാലും പെട്ടെന്ന് തന്നെ എന്തായാലും നമുക്ക് ഈ വണ്ടി കൊണ്ട് എന്തായാലും കത്തിച്ചെന്തായാലും വിടാം. ഓക്കെ, പോലീസ് സ്റ്റേഷൻ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്കെന്തായാലും അവിടെ എന്തായാലും പോയി വണ്ടി ഏതെന്ന് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്കെന്തായാലും കംപ്ലീറ്റ്ലി എന്തായാലും ഒന്ന് നോക്കാം ഗൈസ്. ഓക്കെ, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും നമ്മളെന്തായാലും ഫൈനലി ഇവിടെ പോലീസ് സ്റ്റേഷനിലെത്തി. അപ്പോൾ വണ്ടി ഏതാണെന്നൊരു പിടിയെന്നല്ല. ഇതെന്ന് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള നമ്മുടെ പോലീസ് സ്റ്റേഷനാണ്. ഇവിടെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മുടെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കാണാനായിട്ട് എന്തായാലും പറ്റുന്നുണ്ട്. നമ്മുടെ വീട് ഇവിടെ പണിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഓക്കെ, എന്തായാലും അതവിടെ നടക്കട്ടെ. അങ്ങോട്ടൊരു ദിവസം പോകണം. ഇവിടെ ഇപ്പോൾ ഏതാണ് വണ്ടിയെന്നൊന്നും തന്നെ നമുക്ക് എന്തായാലും നോക്കാനായിട്ട് ഒന്നും തന്നെ നമുക്കെന്തായാലും പറ്റത്തൊന്നും തന്നെ ഇല്ല. ഇവിടെ ഇതിൻ്റെ അകത്ത് നിറച്ച് പോലീസ് ഉണ്ടെന്ന് തോന്നുന്നു. ഇന്ന് പക്ഷെ സൺഡേ ആണ്, പക്ഷെ എന്നിട്ടും പോലീസ് നിറയുണ്ടെന്ന് തോന്നുന്നത്. ഞാൻ എന്തായാലും നമ്മുടെ ആ ഒരു ബൈക്കുകളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. നമ്മുടെ അച്ഛൻ്റെ വണ്ടിയും കൂടെയാണ്. അതെന്ന് വെച്ചാൽ നമുക്കിത് ചാടി കയറാം. ഓക്കെ, എൻ്റെ മോനെ നമ്മൾ ഇടിച്ച് വീണിട്ടുണ്ട്. ഓക്കെ, പക്ഷെ അത് കുഴപ്പമില്ല. ഓക്കെ, വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലെന്ന് തോന്നണം. ഓക്കെ ഗൈസ്, അതാണ് വണ്ടി. ഓക്കെ, സ്നൈപ്പർ എടുക്കട്ടെ. ഓക്കെ, ഇവിടെ ഒരു RC ഇരിപ്പുണ്ട്. പിന്നെ ഇവിടെ ഒരു സ്വിഫ്റ്റ് കിടപ്പുണ്ട്. അയ്യോ, ഇതാണ് ലെസ്റ്റർ പറഞ്ഞ വണ്ടി. ഇത് രണ്ട് നമ്മുടെ കയ്യിലുള്ളതല്ലേ. പിന്നെ ഒരു താറുണ്ട്, മോഡിഫൈഡ് ആണ്, പക്ഷെ അത് നൈസായിട്ടുണ്ട്. പിന്നെ ഒരു യമഹയുടെ VMAX ഉണ്ട്. പിന്നെ ഇതെന്ന് വെച്ചാൽ നമ്മുടെ FZ ആണ്. പിന്നെ ഇത് ഏത് വണ്ടി? ഇതിൻ്റെ അകത്ത് എവിടെയാണ് റെയർ കാർ ഇരിക്കണ? ശനിക്കാരം നമുക്ക് ഇങ്ങോട്ട് ഒന്ന് സ്കോപ്പ് ചെയ്ത് നോക്കാം. അതേത് വണ്ടി ഗൈസ്? റോൾസ് റോയ്സ്. എൻ്റെ ആളിയാ, റോൾസ് റോയ്സ് ഒക്കെ. ഓക്കെ ഗൈസ്, ഇത് സീന് വണ്ടിയാണ്. ഇത് നമ്മുടെ റോൾസ് റോയ്സ് ഗോസ്റ്റ് ആണ്. ഓക്കെ, ഇവിടെ പോലീസ് ഉണ്ടാവാൻ മിക്കവാറും ചാൻസ് ഉണ്ട്. നോക്കി വേണം പോവാൻ. ഓക്കെ, ഇവിടെ പോലീസ് ഉണ്ട്. ഒന്നും നോക്കണ്ട എൻ്റെ മോനെ, ഒന്നും നോക്കണ്ട.
ഓ ബാഗ് ഈ വണ്ടി ലോക്കല്ല. ഓ നോ 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 നോ, അവന്മാരവിടെ നിൽക്കുകയാണ്. ഓക്കെ ഗൈസ്, ഈ ഒരു വണ്ടിയിൽ പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ്ങൊക്കെ ഉണ്ട്. എൻ്റെ മോനെ പോലീസുകാരങ്ങളൊക്കെ അവിടെ നിൽക്കുകയാണ്. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ആ ഒരു വണ്ടികളൊക്കെ നമ്മൾ അവിടെ നിന്ന് എടുത്തേക്കാണ്. എൻ്റെ മോനെ പോലീസുകാർ നമ്മളെ മിക്കവാറും ചേസ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. നമുക്ക് എങ്ങോട്ടെങ്കിലും പോയി ഒളിക്കുക, അതായിരിക്കും നല്ലത്. നമുക്ക് ഡയറക്റ്റ് അവിടെ വീട്ടിൽ പോകണ്ടേ, ഇവന്മാർ നമുക്ക് ഇടവല്ലോ പണി ഇറങ്ങില്ല. ഓക്കെ, ഫസ്റ്റത്തെ വണ്ടി എന്ന് വെച്ചാൽ റോൾസ് റോയ്സ് ആണ്. എൻ്റെ മോനെ വിഷയം വണ്ടിയാണ്. എൻ്റെ മോനെ റോൾസ് റോയ്സ് ഗോസ്റ്റാണ്. ഈ കളർ നൈസായിട്ടുണ്ട് കാണാനായിട്ട്. ഓക്കെ, ഈ വണ്ടി വേറെ ലെവലായിട്ടുണ്ട് കേട്ടോ. ഈ വണ്ടിയുടെ മീറ്ററൊക്കെ എല്ലാം സൂപ്പറായിട്ടുണ്ട്, വർക്കിങ്ങുകളൊക്കെയാണ്. നമുക്കൊരു കാര്യം ചെയ്യും, ഈ വണ്ടി കൊണ്ട് നമുക്ക് നേരെ എങ്ങോട്ടെങ്കിലും പോവാം. നമുക്ക് എവിടെയെങ്കിലും ഹൈഡായിട്ട് നിൽക്കാം, അല്ലെങ്കിൽ ഈ പോലീസുകാരങ്ങളൊക്കെ നമ്മുടെ പുറകെ വരാൻ ചാൻസ് ഉണ്ട്. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് എടുത്താണ്, പക്ഷെ വേറെ ഫൈറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഓക്കെ, നമുക്ക് ഇതും കൊണ്ട് എങ്ങോട്ടെങ്കിലും കയറാം, അതായിരിക്കും നല്ലത്. ഓക്കെ ഗൈസ്, ഇവിടെ ഒരു കൺസ്ട്രക്ഷൻ ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇതിൻ്റെ അകത്ത് എവിടെയെങ്കിലും കയറി ഹൈഡായിട്ട് നിൽക്കാം. ഓക്കെ, അതേ നടക്കത്തുള്ളൂ, അല്ല അതാ പറ്റത്തില്ല. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ഇവിടെ വണ്ടികളൊക്കെ നിർത്തിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, നമ്മളിവിടെ കുറച്ച് നേരം കണക്ക് വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ അല്ല. നമുക്ക് വേറെ വാണ്ട ലെവലോ കാര്യങ്ങളോ ചേസിങ് ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. അതെന്തോ നല്ല കാര്യമാണ്. ചേസിങ് ഉണ്ടായിരുന്നെങ്കിൽ സീനായേനെ. ചേസിങ് ഉണ്ടായി കഴിഞ്ഞാൽ വണ്ടി ഫുള്ള് ഇടിച്ച് പൊളിക്കുമോ അതാണ്. ഓക്കെ, ഇതെന്തോ ഗ്യാസിൻ്റെ ഭാഗമായിട്ട് പിടിച്ചു വെച്ച വണ്ടിയാണെന്ന് തോന്നുന്നു. എന്തായാലും നൈസ് വണ്ടിയായിട്ടുണ്ട്. എന്തായാലും നമുക്ക് നല്ലൊരു റോൾസ് റോയ്സ് കാണാൻ കിട്ടിയിട്ടുണ്ട്. ഇത് നൈസ് വണ്ടിയാണ്, നമുക്കിതൊക്കെ അങ്ങ് സെല്ല് ചെയ്യാം. പക്ഷേ ഈ റോൾസ് റോയ്സ് എടുക്കണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. നമുക്ക് നോക്കാം. ഓക്കെ, നമുക്കെന്തായാലും നമുക്കെന്തായാലും അടുത്ത ഈ വണ്ടികളെ കൊണ്ടിടാം. അടുത്ത ലൊക്കേഷൻ ലെസ്റ്ററൊക്കെ ഇതിനായിട്ട് അയച്ചു തന്നിട്ട് എന്തായാലും ഇല്ല. ഓക്കെ, അയച്ചു തന്നിട്ടാണ് നമുക്കെന്തായാലും പോവാനായിട്ട്. അടുത്ത ഏത് വണ്ടി ആയിരിക്കുമെന്ന് എനിക്ക് അറിയണം. നമുക്കൊരു ഐഡിയ ചെയ്യാം. നമുക്കെന്തായാലും നമ്മുടെ വീടിൻ്റെ അവിടെ കൊണ്ടുവന്നാലും ഇടണ്ട. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ ഒരു വണ്ടിയും കാര്യങ്ങളൊക്കെ അല്ലേ, നമുക്കെന്തായാലും നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡിലും ഞങ്ങളൊക്കെ പാർക്ക് ചെയ്യാം. നമുക്ക് ഇവിടെ ആയിട്ട് വല്ലതും പാർക്ക് ചെയ്ത് എന്തായാലും വെക്കാം. വെച്ചാൽ നമുക്ക് എന്തായാലും കൂടുതൽ അങ്ങോട്ട് എന്തായാലും കൊണ്ടുവന്നാലും ഇടണ്ട. നമുക്കെന്തായാലും ഇവിടെ ഞങ്ങളൊക്കെ പാർക്ക് ചെയ്യാം. ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ തീർന്നു. ഓക്കെ, അതാണ്. ഓക്കെ, അപ്പോൾ നമുക്കെന്തായാലും അടുത്ത ലൊക്കേഷൻ ഏതാണ് അതെന്തായാലും ലെസ്റ്റർ ഇതായിട്ട് അയച്ചെന്നല്ലോ. ഓക്കെ, നമുക്കെന്തായാലും ഇനി അതെന്തായാലും നോക്കണം. എന്താ പൊന്നെ സീന് വണ്ടികളൊക്കെ ആണോ, ഇതിൻ്റെ അകത്ത് ആരും തന്നെ എന്തായാലും ഇല്ല. ജസ്റ്റ് നോക്കിയാണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് അടുത്ത വണ്ടിയുടെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ വരട്ടെ. ഓക്കെ ഗൈസ്, അങ്ങനെ ഗൈസ് നമ്മളങ്ങനെ ഫൈനലി എന്തായാലും ഗൈസ് നമ്മുടെ സെക്കൻഡ് ലൊക്കേഷനിലോട്ട് വന്നേക്കാണ്. സെക്കൻഡ് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നമ്മുടെ ഏതാണ് ലെസ്റ്ററും കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും അയച്ചു തന്നിട്ട് എന്തായാലും ഉണ്ട്. നമ്മളെന്തായാലും അവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഡ്യൂക്കും കൊണ്ടാണ് നമ്മളെന്തായാലും വന്നത്. ഇതും ഏകദേശം നമ്മുടെ വീടിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് ഗൈസ് ആ ഒരു വീടും കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇവിടെ വേറെ കാറുകളോ കാര്യങ്ങളൊന്നും തന്നെ കാണാനായിട്ടില്ല. ഇവിടെ ഏതോ സ്പോർട്സ് കാർ ഉണ്ടെന്നാണ് നമ്മുടെ ലെസ്റ്റർ പറഞ്ഞ. ഇവിടെ എനിക്ക് പക്ഷെ ഒരു കാറും കാണാനില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ വണ്ടി നമുക്കിവിടെ ഒതുക്കി വയ്ക്കാം. നമുക്ക് പിന്നെ ഒന്ന് എടുക്കാനുള്ളതാണ്. നമുക്കിവിടെ സൈഡിലുള്ള ഒതുക്കി വയ്ക്കാം. നമുക്ക് എന്തായാലും നൈസായിട്ട് പോകാം. നമ്മൾ വണ്ടി ലോക്ക് ചെയ്തിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ ഗൈസ്, അടുത്ത കാർ ഇവിടെ നിന്ന് കാണാം. ഓ ദാ അടക്കണ ഗൈസ്, ഇതാണ്. ഇത് കാറ്. ഓക്കെ ഗൈസ്, ഇതെന്ന് വെച്ചാൽ ഗൈസ് നമ്മുടെ കൊനിക്സൺ ആണ്. കൊനിക്സൻ്റെ ഏതൊരു കാറാണ്. എൻ്റെ മോൻ, ഇത് അത്യാവശ്യം നല്ലൊരു റെയർ കാറാണ്. എൻ്റെ മോനെ ഗൈസ്, ഇവിടെ കൊനിക്സണും കാണാൻ കിടക്കുകയാണ്. ഓക്കെ, ഇവിടെ ഒരു RC ഇരിപ്പുണ്ട്. നമുക്ക് ഇതങ്ങ് എടുത്ത് മാറ്റി വയ്ക്കാം. എനിക്ക് തോന്നുന്നു ഈ വണ്ടിയുടെ ഓണർ അടിച്ചുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വട്ടം ഇട്ട് വെച്ചേക്കായിരിക്കും ബെസ്റ്റ്. ഈസിയായിട്ട് ഇടിച്ചുകൊണ്ട് പോകാമല്ലോ. 10 കാർണർ ഇടിച്ച് തെറിപ്പിക്കാനുള്ള പവറുണ്ട് നമ്മുടെ കൊനിക്സണ്. അപ്പോഴാണ് ഒരു RC. ഓക്കെ, നമുക്ക് നൈസായിട്ട് നോക്കാം. ഓ ഗൈസ്, ഈ വണ്ടി ലോക്കാണ്. മിക്കവാറും ഈ വീടിൻ്റെ ഉള്ളിലും കളക്കെ ഇതിൻ്റെ
കീങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് എന്തായാലും നൈസായിട്ട് എന്തായാലും പോയി എൻ്റെ കീങ്ങളൊക്കെ പോയി എന്തായാലും തപ്പിയിട്ട് എന്തായാലും വരാം. ഓക്കെ ഗൈസ്, നമ്മളൊരു പാട് തൊട്ട് ആ വീടിൻ്റെ ഡോറൊക്കെ ചവിട്ടി പൊട്ടിച്ച് നമ്മളെന്തായാലും എടുത്തിട്ടുണ്ട്. നമുക്കെന്തായാലും ഈ വണ്ടിയുടെ കീങ്ങളൊക്കെ നമുക്ക് എന്തായാലും നൈസായിട്ട് എന്തായാലും കിട്ടിയിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും നൈസായിട്ട് കീ എടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്കിപ്പോൾ കാറിൻ്റെ അടുത്ത് പോവാം. ഓക്കെ, നമ്മളങ്ങനെ കാറിൻ്റെ ലോക്കുകളൊക്കെ മാറ്റി. എൻ്റെ മോനെ ഒന്നും നോക്കണ്ട, നമ്മളിപ്പോൾ അങ്ങ് പോവുകയാണ്. എൻ്റെ മോനെ ഗൈസ്, ഇത് വേറെ ലെവലായിട്ടൊരു കാറാണ്. നമ്മുടെ കൊനിക്സൺ. ഓക്കെ, കൊനിക്സൻ്റെ ഒരു കിടില മോഡലാണ്. ഓക്കെ, ഇവിടെ റോഡിലൊക്കെ ഒരു വണ്ടിയുണ്ട്, അത് കൊനിക്സൺ എന്നായിരിക്കും നമ്മൾ വിചാരിക്കണം. പക്ഷേ അത് സത്യത്തിൽ കൊനിക്സൺ അല്ല, അതെൻ്റെ ഡ്യൂപ്ലിക്കേറ്റാണ്. ഓക്കെ, കൊനിക്സൺ ഭയങ്കര റെയറാണ്, എല്ലാവരുടെയും കാണാൻ ചാൻസ് ഇല്ല. ഓക്കെ, ഇതാണ് നമ്മുടെ ലെസ്റ്റർ പറഞ്ഞ സെക്കൻഡ് കാർ. ഓക്കെ, നമ്മളിതെല്ലാം വിൽക്കുന്നതാണ്. ഇതിൽ നിന്ന് 2 കാർ നമ്മൾ എടുക്കുന്നതാണ്. 5 കാറുണ്ട്, അതിൽ നിന്ന് ഏതെങ്കിലും 2 നമ്മൾ എടുക്കുന്നതാണ്. ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും നൈസായിട്ട് എന്തായാലും ഇതും കൂടെ എന്തായാലും നമ്മുടെ വീട്ടിലും കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും ഇനി എന്തായാലും കൊണ്ടുവന്നാണ് ഇടണം. ഓക്കെ, അപ്പം അടുത്തിന് ഏത് വണ്ടിയാണെന്നോ അതെനിക്ക് എന്തായാലും അറിയത്തില്ല. നമുക്ക് എന്തായാലും നേരെ എന്തായാലും അങ്ങോട്ടൊക്കെ എന്തായാലും നമുക്ക് പോവാം. ഓക്കെ ഗൈസ്, അങ്ങനെ ഗൈസ് നമുക്ക് എന്തായാലും ഫൈനലി ഗൈസ് നമ്മുടെ ലെസ്റ്ററും കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും 3rd ലൊക്കേഷനും കാര്യങ്ങളൊക്കെ എന്തായാലും അയച്ചു തന്നിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ, അപ്പോൾ 3rd ലൊക്കേഷനിലൊക്കെ വരണമെന്ന് വെച്ചാൽ ഒരു അടുത്തുള്ളൊരു സ്ഥലമുണ്ട്. അത് മാത്രമല്ല നമുക്ക് ആ സ്ഥലം നന്നായിട്ട് അറിയുകയും ചെയ്യാം. വേറൊരു സ്ഥലമല്ല ഗൈസ്, എന്തായാലും ഈ ഒരു സ്ഥലം ഏതാ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഗൈസ് നമ്മൾ പഠിച്ച നമ്മുടെ ഒരു സ്കൂളും കാര്യങ്ങളൊക്കെയാണ് ഗൈസ് ഇതെന്ന് വെച്ചാൽ. ഓക്കെ, നമ്മളിവിടെ വെച്ചാണ് ഗൈസ് പഠിച്ചതെന്ന് വെച്ചാൽ. ഓക്കെ, ഇത് വേറെ ലെവലായിട്ടുള്ള സ്കൂളാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ കുറേ പിള്ളേരുകളൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ പഠിച്ച ഒരു സ്കൂളുകളൊക്കെയാണ് ഗൈസ് ഇതെന്ന് വെച്ചാൽ. ഓക്കെ ഓക്കെ അപ്പോൾ ഇവിടെ ഏതോ ഉള്ളൊരു ചെറുക്കൻ്റെ വണ്ടി എന്നാണ് ഗൈസ് പറയണത്. ഓക്കെ ഓക്കെ അവിടെ ഒരു വണ്ടി കിടപ്പുണ്ട്, അതാണെന്ന് തോന്നുന്നു. അതായത് ലെംബോർഗിനി പോലത്തെ വണ്ടിയാണെന്ന് തോന്നുന്നു. അവിടെ ലെസ്റ്റർ എന്നാലും നല്ലോണം വണ്ടികളൊക്കെ ട്രാക്ക് ചെയ്തിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ ഓക്കെ അത് ലെംബോർഗിനി പോലത്തെ ഏതോ വണ്ടിയാണെന്ന് തോന്നുന്നു. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ വണ്ടി എവിടെയെങ്കിലും ആദ്യം ഒളിപ്പിക്കാം. ഈ സ്കൂളിലുള്ള വല്ല ടീച്ചേഴ്സാവാ എല്ലാവരും കണ്ടു കഴിഞ്ഞാൽ തീർന്നു. പിന്നെ നമ്മളാണ് ഈ വണ്ടിയൊക്കെ അടിച്ചു തന്നെ വന്നതെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ സൈഡിലും എല്ലാം ഒതുക്കി വെക്കുക നമ്മുടെ ബൈക്ക്. ഓക്കെ നമുക്ക് നൈസായിട്ട് ചെന്ന് ലോക്ക് ഇട്ട് തരാം. നമ്മൾ ലോക്ക് ചെയ്യാൻ പറഞ്ഞേ. ഓക്കെ നമ്മളെന്തായാലും അത് ലോക്ക് ഇട്ട് എന്നാലും ഉണ്ട്, കാണാൻ ചാൻസ് ഇല്ല. ഓക്കെ ഓക്കെ ഇതാണ് വണ്ടി എന്ന് വെച്ചാൽ. ഇത് ഏതാണ് വണ്ടി? ഓക്കെ ഇവിടെ ആരും തന്നെ ഇല്ല. ഇത് ലെംബോർഗിനിയുടെ ഏതോ വണ്ടിയാണ്, പക്ഷേ ഏതോ മോഡലാണോ എന്തോ. ഓക്കെ ആ ഇപ്പോഴല്ല എനിക്ക് മനസ്സിലായി, മറന്നു വരുന്നു. ഓക്കെ ഓക്കെ കേസ് ഇത് ഏത് വണ്ടി നിങ്ങൾക്ക് മനസ്സിലായ കേസ്? ഇതെന്ന് വെച്ചാൽ കേസ് നമ്മുടെ ലെംബോർഗിനിയുടെ വെനേനാണ്. ഞാൻ പെട്ടെന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് പിടിയിട്ടില്ല. ഇതെന്ന് വെച്ചാൽ കേസ് നമ്മുടെ ലെംബോർഗിനിയുടെ വെനേനാണ്. അതിൻ്റെ പുറകെ ഒരു മോഡിഫൈഡ് താറ് കിടപ്പുണ്ട്. എല്ലാവരുടെയും മോഡിഫൈഡ് താറാണ്. എന്തുകൊണ്ടേ വല്ലപ്പോഴെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് വണ്ടികളൊക്കെ വേണ്ടേ. ഓക്കെ സാധനങ്ങളൊക്കെ ആവട്ടെ. പക്ഷേ ഇവിടെ ഇപ്പോൾ നമുക്ക് എന്തായാലും ലെംബോർഗിനികളൊക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് വണ്ടിയൊക്കെ ഭാഗ്യം, എന്തോ ഒരു ഭാഗ്യമുണ്ട് നമുക്ക്. ഈ വണ്ടി ലോക്കല്ല, നല്ല കാര്യം. ഓക്കെ ഈ വണ്ടി ലോക്കല്ല, അതെന്തോ നല്ലൊരു കാര്യമാണ്. എൻ്റെ മോനെ മീറ്ററൊക്കെ എല്ലാം അടിപൊളി വർക്കാവാണ്. തട്ടാണ്ട് എടുക്കണം. ഇത് എന്ത് പാർക്കാണ് ചെയ്ത് വെച്ചേക്കണാണ് എന്തോ. അതിൻ്റെ പുറകെ തന്നെ ഒരു താറുകാരൻ കൊണ്ട് പാർക്ക് ചെയ്തേക്കാണ്. ഓക്കെ കേസ് അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഒരു കിടില വണ്ടിയാണ്. ഇത് ലെംബോർഗിനിയുടെ വെനേനാണ്. എന്തായാലും വേറെ ലെവൽ വണ്ടികളൊക്കെ ആയിട്ട് എന്തായാലും ഉണ്ട്. എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എൻ്റെ മോൻ നല്ല സ്പീഡുകളൊക്കെ ഉണ്ട്. വണ്ടി എന്തായാലും 200 ഞാനൊക്കെ എന്തായാലും കഴിഞ്ഞിട്ട് എന്തായാലും ഉണ്ട്. നിങ്ങൾക്ക് മീറ്ററിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ എൻ്റെ മോനെ. ഓക്കെ നമ്മളങ്ങനെ ബ്രേക്കുകളൊക്കെ പിടിച്ചിട്ടുണ്ട്. വണ്ടി പുറന്നടിച്ചൊക്കെ പോവുകയാണ്. എന്തായാലും നൈസ് വണ്ടിയായിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ കാണാനായിട്ട് നല്ല രസമുണ്ട്. ഇൻറ്റീരിയറുകളൊക്കെ പൊളിയിട്ടുണ്ട്. ലെംബോർഗിനിയാണ്, ലെംബോർഗിനിയുടെ വെനേനാണ്. ഇവിടെ റോട്ടിലൊരു മോഡലുണ്ട്, അത് കാണുമ്പോൾ സത്യത്തിൽ നമ്മുടെ ലെംബോർഗിനി വെനേനായിട്ടാണ് നമുക്ക് തോന്നണം. പക്ഷെ അത് വെനേന അല്ല. അതെന്ന് വെച്ചാൽ വെനയുടെ കോപ്പിയാണ്. ഓക്കെ ഡ്യൂപ്ലിക്കേറ്റാണ്. അതെന്ന് വെച്ചാൽ കണ്ട ഇത് ഈ ഒരു മോഡലുണ്ട്. ഇത് ഒറിജിനൽ അല്ലാണ്ട് ഡ്യൂപ്ലിക്കേറ്റാണ്. കാണുമ്പോൾ ഒറിജിനൽ പോലെയാണ് തോന്നുന്നത്, പക്ഷെ അതല്ല. അമ്മമാർ ഒരു വണ്ടി ലോക്ക് ചെയ്തിട്ടില്ല, അതെന്തോ നല്ല കാര്യമാണ്. എന്തായാലും ലോക്ക് ചെയ്യാതെ നമ്മളെന്തായാലും വണ്ടി എടുത്തിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ നമുക്ക് എന്തായാലും ഇതെന്തായാലും അടുത്തിന് കൊണ്ടിടണം. എന്നിട്ട് നമുക്ക് അടുത്ത ലൊക്കേഷന് കാണാൻ എന്തായാലും ഇനി കണ്ടുപിടിക്കണം.
ഓക്കെ ഗൈസ്, അങ്ങനെ ഗൈസ് നമുക്ക് എന്തായാലും ഗൈസ് നമ്മുടെ ലെസ്റ്ററിങ്ങളൊക്കെ എന്തായാലും ഗൈസ് നമുക്ക് അടുത്ത ലൊക്കേഷനുകളൊക്കെ നൈസായിട്ട് എന്തായാലും അയച്ചു തന്നിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ അടുത്ത ലൊക്കേഷനുകളൊക്കെ പറഞ്ഞാൽ വെച്ചാൽ ഇവിടെ തൊട്ടടുത്തരാണ്, ഏകദേശം നമ്മുടെ വീടിൻ്റെ അടുത്തുകളൊക്കെ തന്നെയാണ്. നമ്മുടെ അച്ഛൻ്റെ വീടിൻ്റെ അടുത്തുകളൊക്കെ തന്നെയാണ് ഏകദേശം ആ ഒരു ലൊക്കേഷനുള്ളത്. ഞാൻ പിന്നെ ചുമ്മാ ഒന്ന് വട്ടം കറക്കായിരുന്നു. ഓക്കെ, വണ്ടിയുടെ ടയറിന് എന്തോ ഒരു ചെറിയ എന്തോ പ്രോബ്ലം ഉണ്ടെന്നു. നമ്മൾ നേരത്തെ അവിടെ നിന്ന് ചാടിച്ച സമയത്ത് എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ടയറിന് എന്തോ ചെറിയ എന്തോ ഒരു കുലുക്കം പോലെ എനിക്ക് ചെറുതായിട്ട് ഫീൽ ചെയ്യണേ. അതെന്തെങ്കിലും ആവട്ടെ, നമുക്ക് എന്തായാലും നേരെ എന്തായാലും ഇതും കൊണ്ടെന്നാലും പോകെ അടുത്ത ലൊക്കേഷനുകളെ കാണാൻ ഇവിടെ എവിടെയായിട്ടാണ്. ഓക്കെ, എന്നാലും അടുത്ത ലൊക്കേഷനുകളെ കാണാൻ ഇവിടെ എവിടെയായിട്ടാണ്. ഫോൺ എടുത്ത് നോക്കിട്ട് ഇവിടെ ഒരു കാറോ ഒന്നും തന്നെ കാണാനായിട്ടില്ല. ഓക്കെ, കുറച്ചുകൂടെ അകത്തോട്ടാണ് ലൊക്കേഷനുകളെ കാണിക്കണം. ഏത് കാടിൻ്റെ ഇടയിലാണോ എന്താ വണ്ടി കൊണ്ട് വെച്ചേക്കണേ. അതേതോ കിടുക്കാച്ച വണ്ടി എന്നാണ് നമ്മുടെ ലെസ്റ്റർ പറഞ്ഞത്. ഓക്കെ, ഇത് ഭയങ്കര വലിയൊരു മില്യണയറിൻ്റെ വണ്ടി എന്നാണ് പറയണത്. ഓക്കെ, ഇത് അയാളുടെ കമ്പനി എന്താണെന്ന് തോന്നണം. ഓക്കെ, ഈ വലുത്. ഓക്കെ, അവിടെ കുറേ വണ്ടികൾ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഈ രണ്ടും അതിൻ്റെ അപ്പുറത്തുള്ള ബ്ലോക്കും അയാളുടെയാണ്. അയ്യേ, ഇതാടാ, ഇത് മഹീന്ദ്ര താറല്ലേ? അല്ല ഗൈസ്, ഇത് നോക്ക്, ഇതേത് വണ്ടി? ഫോർഡ് മസ്താങ്, ഫോർഡ് മസ്താങ്, ഫോർഡ് മസ്താങ്. ഇതേതാണ് പ്ലഷറൊക്കെ? അതാരണെങ്കിലും ആവട്ടെ, ഇവിടെ ഒരു ഫോർഡ് മസ്താങ്കൊക്കെ എൻ്റെ ആളിയാ സീന് വണ്ടിയെന്ന് തോന്നും. ഓ, ഈ വണ്ടി ലോക്കാണ്. പണ്ടാരം ഇതൊക്കെ എന്തിനാടെ ലോക്കാക്കണ? ഇപ്പം അതിൻ്റെ അകത്ത് കയറി ചെന്ന് പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. നമുക്ക് എവിടെയെങ്കിലും പോയി ഇതിൻ്റെ കീ തപ്പും പോയി നോക്കിയിട്ടാ. ഓക്കെ, നമുക്ക് നൈസായിട്ട് ഇതിൻ്റെ കീകളൊക്കെ കിട്ടി. നൈസായിട്ട് പണിപ്പാളി അവിടെ നിന്ന് കുറേ ബോഡി ഗാർഡ്സുകളൊക്കെ ഇളവി വരെയാണ്. ഓക്കെ ഗൈസ്, നമ്മൾ ഇതിൻ്റെ ലോക്കുകളൊക്കെ മാറ്റിയിട്ടുണ്ട്. എൻ്റെ മോനെ, നിറയെ ബോഡി ഗാർഡ്സ് അവിടെ നിന്ന് വരണം. നമുക്ക് ഒന്നും നോക്കട്ടെ, വണ്ടി ഒക്കെ ഇങ്ങനെ പൊളച്ചെടുക്കുക. എൻ്റെ മോനെ ഗൈസ്, ഈ വണ്ടി വേറെ ലെവലായിട്ടുണ്ട്. നമ്മുടെ ഫോർഡിൻ്റെ മസ്താങ്കാണ്. ഓക്കെ, നമുക്കിതും കൊണ്ട് എങ്ങോട്ടെങ്കിലും പോയി. എൻ്റെ മോൻ, ഈ വണ്ടി എടുത്ത് ഡ്രിഫ്റ്റ് ആവുകയാണ്. എൻ്റെ മോൻ, ഇതൊരു സീന് വണ്ടിയായിട്ടുണ്ട്. ഓക്കെ, അവന്മാരെ ഗാർഡ്സോ അങ്ങനെ എന്തോ ഒക്കെയോ നമ്മളവിടെ നിന്ന് ഫോളോ ആണ്. ഓക്കെ, അവന്മാരെ വണ്ടിയിലും എല്ലാം കയറി വരുമോ എന്തോ, എനിക്കറിയത്തില്ല. നമുക്ക് എന്തായാലും നൈസായിട്ട് എന്തായാലും നോക്കാം. നമ്മളിവിടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് എന്തായാലും നൈസായിട്ട് എന്തായാലും ഇങ്ങനെ എന്തായാലും വണ്ടി എന്തായാലും ഓടിച്ചോടിച്ച് പോവാം. നമ്മൾ ചുമ്മാ കിടന്ന് കറങ്ങണം, അതോ അവന്മാരെങ്ങനെ ഉണ്ടെങ്കിൽ ആണോ? ഓക്കെ, ഞാൻ എന്തായാലും ഇങ്ങനെ കിടന്ന് ചുമ്മാ കിടന്ന് ഡ്രിഫ്റ്റ് പോലെ ഇങ്ങനെ ചെയ്യാണ്. ഓക്കെ, അവന്മാർ കേട്ടോ, അപ്പം കീ എടുത്ത് നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ അവന്മാർ നമ്മുടെ പുറകെ ഫോളോ ചെയ്ത് അവന്മാരവിടെ പിടിക്കാനെല്ലാം ചെയ്യുന്നു. കിടുക്കാച്ച് വണ്ടിയാണ് ഇതെന്ന് വെച്ചാൽ മസ്താങ് GT ആണ്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ ടണലിനകത്ത് എങ്ങോട്ടെങ്കിലും ഒളിച്ചിരിക്കാം, അതായിരിക്കും ബെറ്റർ. ടണലിനകത്ത് ഒളിക്കാൻ നിന്നാ അയ്യോ വണ്ടിയുടെ സ്കിഡായി പോകണം. ഈ വണ്ടി ഭയങ്കര കിടന്ന് ഡ്രിഫ്റ്റ് ആവുകയാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ ടണലിനകത്ത് ഒളിക്കാം. ട്രെയിനാ വല്ലതും വന്നു കഴിഞ്ഞാൽ അതിനേക്കാളും തീർന്നു. ഓക്കെ, നോക്കി വണ്ടി നൈസായിട്ട് ഇവിടെ എവിടെയെങ്കിലും ഒളിപ്പിക്കുക, അതായിരിക്കും ബെറ്റർ. ഓ ഓഫ്, വണ്ടി ഇടിച്ചിട്ടുണ്ട്. ഓ ഗൈസ്, നൈസായിട്ട് പണി പാളി. ഇതിൻ്റെ ബമ്പർ ഇളകി പോയിട്ടുണ്ട് കേട്ടാ. ബമ്പർ ഇളകിപ്പോയി. അവന്മാർ നമ്മളെ ഫോളോ ചെയ്യാണ്. അവന്മാർ നമ്മളെങ്ങനെ പിടിക്കുമോ എന്തോ. വണ്ടിയുടെ ഫ്രണ്ടിലത്തെ ബമ്പർ ഇളകിപ്പോയി. വേറെ കുഴപ്പമൊന്നുമില്ല, ഗ്ലാസ് പൊട്ടിയിട്ടൊന്നുമില്ല, ബമ്പർ ഇളകിപ്പോയി. അങ്ങനെ ഒരു സീനേ ഉള്ളൂ, വേറെ കുഴപ്പങ്ങളൊന്നും തന്നെയല്ല. ഓക്കെ, അവന്മാർ പോയെന്ന് തോന്നുന്നു. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് എന്തായാലും നമ്മുടെ വണ്ടികളൊക്കെ എടുക്കാം. ഓക്കെ, ചാളി മസ്താങ് സീനായിട്ടുണ്ട്, പക്ഷേ ഇതിൻ്റെ ബമ്പർ ഇളകി പോയിട്ടുണ്ട്. ആ ഒരു സീനേ ഉള്ളൂ, വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ. ഓ, സൈഡ് ഒരേന്നുണ്ട് കിടന്ന്. നമുക്കെന്തായാലും നൈസായിട്ട് എന്തായാലും ഈ വണ്ടികളൊക്കെ കത്തിച്ചിവിടെ. ഇതെന്താണ് സീൻ? ബെസ്റ്റ്. ഇതിൻ്റെ ഡോറും എല്ലാം ഇളകിപ്പോയി. ഈ വണ്ടീനെ ശരിയാക്കാതല്ലാതെ ഇനി വണ്ടി നേരെ ഓടിക്കാൻ പറ്റുന്നില്ല. പക്ഷെ നല്ല കിടുക്കാച്ച വണ്ടിയാണ്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഓക്കെ,
ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇതും കൊണ്ട് നേരെ നമ്മുടെ വീട്ടിലോട്ടേക്ക് പോവാം. ഓക്കെ ഓക്കെ ഗായ്സ്, എന്തായാലും ഇവിടെ ഇപ്പം എന്തായാലും ഞാൻ എന്തായാലും നൈസായിട്ട് എന്തായാലും ഗൈസ് നമ്മുടെ ഏതാണ് ഡ്യൂക്ക് എടുത്തുകൊണ്ട് നേരെ എന്നാലും അടുത്ത ലൊക്കേഷനിലോട്ട് വന്നിട്ടുണ്ട്. ഇത് ഏറ്റവും ലാസ്റ്റ് ലൊക്കേഷനുകളൊക്കെയാണ്. ഓക്കെ, ഇതിന് മുമ്പേ നമ്മൾ അടിച്ച് മാറ്റിയ വണ്ടി എന്ന് വെച്ചാൽ നമ്മുടെ ഫോർഡ് മസ്താങ്ക് ആയിരുന്നു. ഓക്കെ, ഇത് അവസാനത്തെ ലൊക്കേഷനുകളൊക്കെയാണ്. ഇവിടുത്തെ വണ്ടി കൂടെ കഴിയാൻ സംഭവം ഒക്കെയാണ്. ഓക്കെ, നമ്മൾ ഇത്രയും നേരം മാസ്ക് ഇടാതെയാണ് നമ്മളെന്തായാലും വണ്ടികളൊക്കെ അടിച്ച് മാറ്റി. ഇവിടെ വല്ല ക്യാമറ വല്ലതും ഉണ്ടെങ്കിൽ പണി പാളി. പക്ഷെ ഇവിടെ ഒന്നും തന്നെ ഇല്ലെന്ന് തോന്നണ്. ഓക്കെ, അടുത്ത് അടിച്ചു വരാനുള്ള വണ്ടി എന്ന് വെച്ചാൽ ഗൈസ് ഇതെന്ന് വെച്ചാൽ ഗൈസ് നമ്മുടെ ബുഗാട്ടിയുടെ V2 ആണ്. ഓക്കെ, ഇവിടെ ഒരു സ്വിഫ്റ്റ് കാണാൻ കിടപ്പുണ്ട്. ചെറുതായിട്ട് ആ ബുഗാട്ടിയിലും തട്ടി, കുഴപ്പമില്ല. നമുക്ക് നൈസായിട്ട് നമ്മുടെ ഡ്യൂക്ക് ഇവിടെ വയ്ക്കാം. ഓക്കെ, നമ്മുടെ അല്ല അച്ഛനാണ്. ഇതിനെന്താ ടയറിന് എന്തോ ചെറിയ പ്രശ്നമുണ്ട്. വണ്ടി ഭയങ്കര ഓടിക്കാൻ എന്തോ ചെറിയ പാടാണ്. ടയറിന് എന്തോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതെന്തെങ്കിലും ആവട്ടെ. ഓക്കെ, ഇവിടെ ഒരു സ്വിഫ്റ്റ് കാണാൻ കിടപ്പുണ്ട്. എൻ്റെ മോനെ, നമ്മൾ ചെയ്ത പോലെ തന്നെ ടിൻ്റൊക്കെ അടിച്ച് വെച്ചേക്ക. വേറെ സ്വിഫ്റ്റ് ഉണ്ട്, അതും ടിൻ്റ് അടിച്ച് വെച്ചേക്കണം. ഇതെന്തോടേ, നമ്മൾ ടിൻ്റ് അടിച്ചപ്പോൾ എല്ലാവരും ടിൻ്റ് അടിച്ചാൽ കൊള്ളാമല്ലോ. ഇവിടെ ഒരു ഫോർച്യൂണർ ലെജൻഡർ ഉണ്ട്. നമ്മുടെ പോയതുപോലെ തന്നെയാണ്, പക്ഷെ നമ്മുടെ ഇതിനേക്കാളും കൂടിയതാണ്. ഓക്കെ, ഇത് ഇച്ചിരി കുറഞ്ഞതാണ്. ഓക്കെ, പക്ഷെ എന്നാലും അലോയാണ്, പക്ഷെ നമ്മുടെ ഇതിനേക്കാളും കൂടിയതാണ്. ഓക്കെ ഓക്കെ, ഇവിടെയുള്ള വണ്ടി എന്ന് വെച്ചാൽ ഇതാണ്. ഓക്കെ, ഇതെന്ന് വെച്ചാൽ ബുഗാട്ടിയുടെ V2 എന്നുള്ള മോഡലും കാര്യങ്ങളൊക്കെയാണ്. അയ്യോ, ഞാൻ ഇതെങ്ങനെ വെളിയിലെത്തിയ ബെസ്റ്റ്. അയ്യോ, ഇനി എങ്ങനെ അകത്ത് കയറും? അയ്യോ മണിപ്പാളിയേ, അടിപൊളി. ഞാൻ എങ്ങനെ വെളിയിലായി ഗൈസ്? അതെന്തെങ്കിലും ആവട്ടെ, നമുക്ക് എന്തായാലും പതുക്കെ അതിലേ കൂടെ വന്ന് നമുക്ക് എന്തായാലും ഈ ഒരു വണ്ടികളൊക്കെ ഇതിൻ്റെ അകത്തുനിന്ന് നൈസായിട്ട് അങ്ങ് എടുക്കാം ഗൈസ്. ഓക്കെ, അതേ നടക്കത്തുള്ളൂ. ഓക്കെ ഗൈസ്, ഞാൻ നല്ല നൈസായിട്ട് അതിലേക്കൂടെ വന്നേ. ഞാൻ അങ്ങനെ എന്തോ അപ്പുറത്ത് പോയത്, അതെനിക്ക് അറിയത്തില്ല. അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ. ഓക്കെ, നമുക്ക് എന്തോ ഭാഗ്യമുണ്ട് ഗൈസ്, ഈ വണ്ടി ലോക്കല്ലായിരുന്നു. ഓക്കെ, അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ. ഈ വണ്ടി പക്ഷേ ലോക്കല്ലായിരുന്നു ഗൈസ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഈ വണ്ടി എടുത്തുകൊണ്ട് പോകാൻ പറ്റും. ഇതൊന്നും ഇവിടെ കയറ്റിയൊക്കെ കിട്ടുക. ഇത്രയും വില കൂടിയ ഒരു ബുഗാട്ടിയുടെ V2 വണ്ടി ഇതാണ്ട മലയുടെ സൈഡിലൊക്കെ പാർക്ക് ചെയ്തേക്കാണ്. എന്തായാലും കൊള്ളാം. നമ്മൾ വണ്ടി എടുത്തു, വല്ല ക്യാമറയിലും വല്ല പതിഞ്ഞാന്തോ. ഇതിന് വല്ല പോലീസുകാരുടെ വണ്ടി വല്ല ആണെന്ന്. കറച്ചാൽ ഗൈസ് ഇവിടെ ഒരു പോലീസിൻ്റെ വണ്ടി കിടപ്പുണ്ട്. ഓക്കെ, ഈ വണ്ടി ലോക്കാണ്. ഇത് ലോക്കല്ല, നല്ല കാര്യം. ഇതേതോ പോലീസിൻ്റെ വണ്ടിയാണെന്ന് എനിക്ക് തോന്നണം കേട്ടാ. നമുക്കൊരു കാര്യം ചെയ്യാം, ആർക്കും ഡൗട്ട് അടിക്കാന്ന് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ സ്വിഫ്റ്റ് എടുത്ത് ഇങ്ങോട്ട് കയറ്റിയിടാം. ഓക്കെ, ഇവിടെ ഒരു ബുഗാട്ടി എന്നൊരു കാറേ ഇല്ലെന്നപ്പോൾ അവർ വിചാരിക്കും. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ആവട്ടെ. ഓക്കെ, ഏതെങ്കിലും വണ്ടി കയറ്റിയിടും. ഓക്കെ ഓക്കെ, നമുക്ക് ഈ ബുഗാട്ടി എടുക്കണം. ഓക്കെ, അതാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ, നമുക്കിത് മതി. മാൻ, സീന് വണ്ടിയാണ്. എൻ്റെ മോനെ, നൈസ് എന്ന് വെച്ചാൽ നൈസ് വണ്ടിയാണ്. എൻ്റെ അടിയിൽ കൂടെ പോവില്ല. ഞാൻ പോകുന്നു. വണ്ടിയുടെ ഗ്ലാസിൻ്റെ മണ്ട ഇച്ചിരി ചെറുതായിട്ട് ഇടിച്ചിട്ടുണ്ട്, അത് കുഴപ്പമില്ല. അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ. നമുക്കെന്തായാലും നൈസായിട്ട് എന്നാലും ഇത് എടുക്കാം. എൻ്റെ മോനെ, ഒടുക്കത്തെ കൺട്രോളെന്ന് വെച്ചാൽ ഒടുക്കത്തെ കൺട്രോളും കാര്യങ്ങളൊക്കെയാണ്. ഇതാ പോണ് വേറെ ഡ്യൂപ്ലിക്കേറ്റ് ബുഗാട്ടി. അത് കാണുന്ന സമയത്ത് ഒറിജിനൽ എന്നാ തോന്നും, പക്ഷെ അത് ഡ്യൂപ്ലിക്കേറ്റാണ്. എൻ്റെ മോനെ, വേറെ ലെവലെന്ന് വെച്ചാൽ വേറെ ലെവൽ വണ്ടികളൊക്കെ ആയിട്ടുണ്ട്. ഓക്കെ, കൺട്രോൾ ചെയ്ത് പതുക്കെ ഓടിക്കണം, അല്ലെ വണ്ടി എവിടെയെങ്കിലും കൊണ്ട് ഇടിച്ചു കഴിഞ്ഞാൽ തീർന്നു. ഓക്കെ, എന്തായാലും നൈസ് വണ്ടിയാണ്. ഓക്കെ, നമുക്ക് നൈസായിട്ട് നമുക്കെന്തായാലും വണ്ടികളൊക്കെ തിരിക്കാം. എനിക്ക് എന്തായാലും ഈ ബുഗാട്ടി നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിന് എത്രത്തോളം പവർഫുള്ളാണ്, അതേപോലെ ഇതിൻ്റെ ബ്രേക്ക് ടെസ്റ്റിങ്ങളൊക്കെ നടത്തി. ഇത് നല്ല റെയർ കാർ എന്നാണ് നമ്മുടെ ലെസ്റ്റർ പറഞ്ഞത്. മാൻ, ബുഗാട്ടി ചവിട്ടിയെടുത്തതിന് നിന്നിട്ടുണ്ട്. വിഷയം വണ്ടിയായിട്ടുണ്ട്. ഓക്കെ, ഞാൻ ചുമ്മാ നടത്തിയാണ് കേസ്. ഓക്കെ, അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ. ഓക്കെ, നമുക്കിപ്പോൾ എന്തായാലും നമ്മുടെ വീട്ടിലോട്ട് പോവാം. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇതുള്ള ഗൈസ് എൻ്റെ ഇന്നത്തെ വീഡിയോ. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്തായാലും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാത്തതുകൊണ്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ എടുത്തോളാം. ബെല്ലൈക്കണം കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോഴും തന്നെ നല്ല നോട്ടിഫിക്കേഷൻ ആയിട്ട് നല്ല എനേബിൾ ആവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഒരു പുതിയൊരു കിട്ടുന്ന വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ഗുഡ് ബൈ.